ചത്തവനെ കലക്കി കുടിക്കുന്ന യാനോമാമികൾ. ആരാണ് ഈ ദൈവം? മനുഷ്യന്റെ സമസ്ത വിചാരങ്ങളിലും സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും എല്ലാം ഇടപെടാൻ അധികാരമുള്ള ഒരധീപരവാൻ, മനുഷ്യവേദനകളെയൊക്കെ ആത്യന്തികമായി പരിഹരിക്കുന്ന മഹാസൃഷ്ടാവും അന്തകനും, സമ്പന്നന് സമൃദ്ധിയാവോളം നൽകുന്നവൻ, തലയിലെടുത്ത വഴി അതിദരിദ്രന്മാരെ തീർക്കുന്നവൻ, ഇவ்விധം എത്രയോ പ്രബല സങ്കല്പങ്ങളാണ് ദൈവത്തെക്കുറിച്ച് നമുക്കുള്ളത്. എല്ലാമാണ് നമുക്ക് ദൈവം. അത്രമേൽ ശക്തനാണെന്നതിനാൽ വൻ മിസൈലുകളുടെ ശേഖരത്തിന് പോലും അവനെ കീഴ്പ്പെടുത്താനാകുന്നില്ല. ആകുമായിരുന്നെങ്കിൽ എന്നേ ദൈവത്തെ നമ്മുടെ വീട്ടുമുറ്റത്തെ വലത്തിൽ കെട്ടിയിട്ട് നമ്മൾ നമ്മുടെ വരുതിക്ക് നിർത്തുമായിരുന്നേനെ. പീഡിപ്പിച്ച കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ കാറ് പിടിച്ച് രക്ഷിക്കലേ എന്ന് കരയുന്നതാണ് അടുത്ത വഴി. ഒപ്പം മുഖസ്തുതികൾ കൊണ്ട് സുഖിപ്പിക്കുകയും ചെയ്യുക. ഇതാണ് ദൈവത്തെ കയ്യിലെടുക്കാൻ മനുഷ്യൻ ഇന്നോളം കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും സാധ്യമായ ഒരേ ഒരു വഴിയും. നാം ദൈവത്തെ പ്രാർത്ഥനകൾ കൊണ്ട് സുഖിപ്പിക്കുന്നു, ഒപ്പം കരഞ്ഞ് കാല് പിടിക്കുകയും ചെയ്യുന്നു. മനുഷ്യനല്ലാതെ മറ്റൊരു ജീവിക്കും പ്രാർത്ഥനകളും പൂജകളും ആചാരങ്ങളും ഒന്നുമില്ല. മരിച്ചാൽ ദൈവത്തിന്റെ അടുത്താണ് എത്തുകയെന്നാണ് മതങ്ങൾ മനുഷ്യനെ പഠിപ്പിച്ചു പോരുന്നത്. മരിച്ചെത്തുമ്പോഴാണ് ദൈവത്തിന്റെ അവസാന വിധി ഉണ്ടാകുന്നതെന്നും അവർ പഠിപ്പിക്കുന്നു. അന്ത്യവിധി വഴിയുള്ള മരണാനന്തര ശിക്ഷകൾ ഭയന്ന് ദൈവത്തെ സന്തോഷിപ്പിക്കാൻ അവൻ കിറുക്കെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന പലതരം ആചാരങ്ങൾ ബന്ധുക്കളുടെ മരണവേളയിൽ അനുഷ്ഠിക്കുക പതിവാണ്. എല്ലാം ദൈവത്തെ സന്തോഷിപ്പിക്കാനുള്ളവ തന്നെ. മരിച്ചുപോയവനെ പ്രത്യേകം ശ്രദ്ധിക്കാൻ ദൈവത്തോട് നടത്തുന്ന ഹൈ ലെവൽ റെക്കമെൻഡേഷൻ പോലെയുള്ള ഒരുതരം ഏർപ്പാട്. ദൈവത്തെ പറ്റിക്കാനാണ് എല്ലാം. കാരണം പേടിയാണ് മനുഷ്യനെ പേടി. വെറും സാധാരണക്കാരനായ ഒരു അല്പനാണ് ദൈവമെന്നാണ് മനുഷ്യരെല്ലാം ചിന്തിക്കുന്നത്. ഇത്തരം ദൈവപേടിയൊന്നുമല്ല യാനോമാമികളെ മരണാനന്തരം ചത്തവനെ കലക്കി കുടിക്കുന്നവരാക്കി മാറ്റുന്നത്. എങ്കിലും ഇതും ഒരാചാരമാണ്. ഈ അധ്യായവും പതിവ് പോലെ ആചാരങ്ങൾക്ക് കിറുക്ക് പിടിക്കുമ്പോൾ എന്ന എൻ്റെ പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ചത്തവനെ കലക്കി കുടിക്കുന്ന യാനോമാമികൾ. ആമസോൺ വനാന്തരങ്ങളിൽ ബ്രസീലിൻ്റെയും വെനസ്വേലയുടെയും അതിർത്തിയിൽ ഏതാണ്ട് 200-250 ഗ്രാമങ്ങളിലായി യാനോമാമികൾ എന്ന വിചിത്ര ഗോത്രവർഗം പാർക്കുന്നു. മൊത്തം 35,000 വരുന്ന അംഗബലമേ യാനോമാമികൾക്ക് ഭൂമുഖത്തുള്ളൂ. ഒരു മേധാവിയെയും അംഗീകരിക്കാത്ത, നേതാക്കന്മാരെ ആരെയെങ്കിലും ഒരാളെ തിരഞ്ഞെടുക്കാത്ത, എന്നാൽ എല്ലാവരുടെയും അഭിപ്രായങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന ഒരു പ്രത്യേക വർഗമാണിവർ. ഓരോ കാര്യവും കൂട്ടായ്മയോടെയാണ് അവർ തീരുമാനിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത്. അങ്ങനെ തന്നെ സിന്ദാബാദ് എന്ന് വിളിക്കുന്ന ശീലം അവർക്ക് ഇല്ല തന്നെ. ഒരു ഗ്രാമം മുഴുവൻ ഒരൊറ്റ മേൽക്കൂരയ്ക്ക് ചോട്ടിൽ ഒരുമിച്ച് പാർക്കുന്ന രീതിയാണ് ഇവർക്കുള്ളത്. ഒരു ഗ്രാമത്തിലെ ആൾക്കാർ ഏതാണ്ട് 400 പേരോളം ഉണ്ടാകും. അവർ വസ്ത്രം ധരിക്കാറില്ല, നഗ്നരാണ്. ഇവർ കൂട്ടമായി പാർക്കുന്ന ഗ്രാമങ്ങളുടെ ഒത്ത മധ്യത്തിൽ ഏതാണ്ട് 100 ചതുരശ്ര അടി വ്യാപ്തിയിലുള്ള ഒരു തുറസായ മൈതാനം ഉണ്ടാകും. ഇവരുടെ ഇത്തരം ഗ്രാമങ്ങളെ ഷാബോണോ എന്നാണ് വിളിക്കുക. യാനോമാമികൾ നരഭോജികളാണ്. എൻഡോ കാനിബലുകൾ, എക്സോ കാനിബലുകളെന്നും എൻഡോ കാനിബലുകളെന്നും 2 തരം നരഭോജികളുണ്ട്. എക്സോ കാനിബലുകൾ യുദ്ധത്തിൽ തോറ്റ ശത്രുക്കളെ പകയോടെ എതിരുന്നവരാണ്. എൻഡോ കാനിബലുകൾ മരിച്ചവരോടുള്ള ആദരവിൻ്റെ ഭാഗമായി അവരുടെ ശരീരത്തിൻ്റെ അവശേഷിപ്പുകൾ ഭക്ഷിക്കുന്നവരും. രോഗം വന്ന് മരിച്ചുപോയ ബന്ധുക്കളുടെ അസ്ഥികളാണ് യാനോമാമികൾ പ്രധാനമായും ഭക്ഷിക്കുക. അതും അവരോടുള്ള ആദരവ് ഒന്നുകൊണ്ട് മാത്രം. ഇത് തികച്ചും ആചാരപരമാണ്. യാനോമാമികളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചത്തിൽ എല്ലാറ്റിനും ഒരാത്മാവുണ്ട്. പുല്ലിനും പുഴകൾക്കും പാറകൾക്കും എല്ലിനും മാംസത്തിനുമൊക്കെ ഉണ്ട് വെവ്വേറെ ആത്മാവുകൾ. ദൈവത്തെ അല്ല, മറിച്ച് ആത്മാവുകളെ കേന്ദ്രീകരിച്ചാണ് ഇവരുടെ വിശ്വാസങ്ങളും
ആചാരങ്ങളും എല്ലാം രൂപപ്പെടുന്നത്. എന്നാലും അവർക്കും ഒരു ദൈവമുണ്ട്. ഒമായി എന്നാണ് ഈ ദൈവത്തിൻ്റെ പേര്. മരിച്ചയാളുടെ ശരീരം ഇലകളിൽ പൊതിഞ്ഞ് അവർ പാർക്കുന്ന ഷബോണോകളുടെ അല്പമകലെയായി വനത്തിൽ തന്നെ കുഴിച്ചിടുന്നു. ഏതാണ്ട് 30 മുതൽ 40 വരെയുള്ള ദിവസങ്ങൾക്കുള്ളിൽ പ്രാണികൾ ശരീരത്തിലെ മൃദുല ഭാഗങ്ങൾ ഭക്ഷിച്ചു കഴിഞ്ഞാൽ അവർ അവശേഷിക്കുന്ന അസ്ഥികൾ ശേഖരിക്കുകയായി. പിന്നെ ഈ അസ്ഥികളെല്ലാം കത്തി ചാരമാക്കുന്നു. ഈ ചാരം വാഴപ്പഴം കൊണ്ടുണ്ടാക്കുന്ന ഒരു പ്രത്യേകതരം സൂപ്പിൽ കലർത്തി ആ ഗ്രാമത്തിൽപ്പെട്ടവരെല്ലാം ചേർന്ന് കൂട്ടത്തോടെ മോന്തുന്നു. അവശേഷിക്കുന്ന ചാരം പിന്നാലെ ഒരു പാത്രത്തിൽ കരുതി വയ്ക്കുകയും ചെയ്യുന്നു. അത് മരിച്ചയാളിൻ്റെ പിറകെയുള്ള വാർഷികങ്ങളിൽ കുറേശ്ശെയായി കലക്കി മോന്താനാണ്. ഇങ്ങനെ പല വർഷങ്ങൾ കലക്കി മോന്തി പാത്രം ഒഴിയും വരെ അവർ ഈ പ്രവൃത്തി തുടരുന്നു. ഈ ആചാരത്തിൻ്റെ ഉദ്ദേശം നമ്മെപ്പോലെ ദൈവത്തെ പ്രീതിപ്പെടുത്തുകയല്ല, മറിച്ച് മറ്റ് രണ്ടെണ്ണമാണ്. ഒന്ന്, മരിച്ചവൻ്റെ ശക്തി കൂടി ജീവിച്ചിരിക്കുന്നവൻ്റെ ശരീരത്തിലേക്ക് കൂട്ടിച്ചേർക്കുക എന്നത്. മറ്റൊന്ന്, മരിച്ച ശരീരമെന്ന ആത്മാവിനെ നശിച്ചു പോകാതെ ഓജസ്സോടെ നിലനിർത്തുക എന്നതും. യാനോമാമികളുടെ സങ്കല്പത്തിൽ ശത്രുപക്ഷത്ത് വരുന്ന ഗോത്രക്കാരുടെ ആത്മാവുകൾ ആക്രമിക്കുന്നതിനാലാണ് മരണം എന്ന സംഗതി ഉണ്ടാകുന്നത്, അല്ലാതെ രോഗം കൊണ്ടൊന്നുമല്ല. അതിനാൽ സ്വന്തക്കാരായ മരിച്ചാത്മാക്കളെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതിനും കൂടിയാണ് ഈ ആചാരം. ചിലർക്ക് മരണമടഞ്ഞ അമ്മൂമ്മമാരെ തന്നെ കലക്കി മോന്താൻ കിട്ടുന്നു. അതൊരു ഭാഗ്യമായിട്ടാണ് അവർ കരുതുക. ആരെ കലക്കി മോന്തിയാലും അവരെല്ലാം കരിഞ്ഞു പൊടിഞ്ഞ അസ്ഥികളുടെ രൂപത്തിൽ തൻ്റെ പിൻഗാമികളിൽ പാർത്തു പോരുന്നതിന് ഈ ആചാരം സഹായിക്കുന്നുവെന്നാണ് ജീവിച്ചിരിക്കുന്ന യാനോമാമികളുടെ വിശ്വാസം.